എന്തും കൂടെ ഉണ്ട്, ഗിലെയാദിൽ ചികിത്സയുമുണ്ട്. എന്നാൽ ഗിലെയാദിൽ ചികിത്സ നടത്തിയിട്ട് ഇപ്പൊ പ്രവാചകൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ദൈവസ്നേഹമുണ്ട്, ദൈവത്തിന്റെ കൃപയുണ്ട്, ദൈവികമായ പ്രവർത്തനമുണ്ട്. ഇപ്പൊ പ്രവാചകൻ ചോദിക്കുന്നു, ഇതൊക്കെ ഉണ്ടായിട്ടും എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം ഉണ്ടാകുന്നില്ല. ഇതെല്ലാം നടക്കുന്നുണ്ട്, തകൃതിയായി നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം ഉണ്ടാകാതിരിക്കുന്നത്? ഇന്ന് രാത്രിയിൽ എന്റെ മുമ്പിൽ ചൊല്ലിനായിക്കുന്ന സമയത്തിനുള്ളിൽ ഈ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതിന്റെ പിന്നിലെ 4 കാരണങ്ങൾ വളരെ പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഈ അധ്യായത്തിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണമായി പറഞ്ഞിട്ടുള്ളത് പല കാരണങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ടത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു 4 കാരണങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ യുവാക്കളെ അവസാനിപ്പിച്ചു. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമാണ്. 7-ാമത്തെ വാക്യം: ആകാശത്തിലെ പെരുഞ്ഞാറ തന്റെ കാലമറിയുന്നു. ആകാശത്തിലെ പെരുഞ്ഞാറ തന്റെ കാലമറിയുന്നു. കുറുപ്രാവും മീവൽപക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. കുറുപ്രാവും മീവൽപക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. എന്റെ ജനമോ യഹോവയുടെ ന്യായം എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ഈ വാക്കുകളെ ഒന്ന് സൂക്ഷ്മമായി നാം പരിശോധിക്കണം. ഇവിടെ ചില പക്ഷികളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില പക്ഷികൾ ആകാശത്തിലെ പെരുഞ്ഞാറ തന്റെ കാലം അറിയുന്നു. ആകാശത്തിലെ പെരുഞ്ഞാറയ്ക്ക് തന്റെ കാലം അറിയാം, തന്റെ സമയം അറിയാം. സമയത്തെ കുറിച്ചുള്ള അവബോധം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പക്ഷിയാണല്ലോ പെരുഞ്ഞാറ. അതവിടെ നിൽക്കട്ടെ. ആകാശത്തിലെ പെരുഞ്ഞാറയ്ക്ക് തന്റെ കാലം അറിയാം. അടുത്തത് വായിക്കുന്നത്: കുറുപ്രാവും മീവൽപക്ഷിയും കൊക്കും മടങ്ങി വരവിനുള്ള സമയം അനുസരിക്കുന്നു. അപ്പൊ 2 വാക്കുകൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് കാലത്തെ അറിയുന്നു, ഒന്ന് സമയത്തെ അറിയുന്നു. ഒന്ന് കാലത്തെ അറിയുന്നു, 2 സമയത്തെ അനുസരിക്കുന്നു. അറിയുന്നു, അനുസരിക്കുന്നു. ഈ 2 പ്രയോഗങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കേണ്ടതാണ്. അറിയുന്നു, അനുസരിക്കുന്നു. സമയത്തെ കാലത്തെ അറിയുന്ന പക്ഷി, പിന്നെ സമയത്തെ അനുസരിക്കുന്നതായ പക്ഷി. അറിയുന്നു, അനുസരിക്കുന്നു. 2 പക്ഷികളെ, 2 കാറ്റഗറിയിൽപ്പെട്ട 2 തരം പക്ഷികളെ ദൈവത്തിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിച്ചിട്ട് ആ വിഷയത്തോട് ചേർത്ത് പറയുകയാണ്: ഈ പക്ഷികൾ അറിയുന്നവരാണ്, അനുസരിക്കുന്നവരാണ്. എന്നാൽ എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. യഹോവയുടെ ന്യായം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ആശയം ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്: യഹോവയുടെ ന്യായ പ്രമാണം അറിയുന്നില്ല എന്നാണ് ആ വാക്കിന്റെ താല്പര്യം. യഹോവയോ, എന്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ ജനം എന്ന് അവകാശപ്പെടുന്ന ഈ ജനം എന്നെ അറിയാൻ ശ്രമിക്കുന്നവരാണെങ്കിലും എന്റെ പ്രമാണത്തെ അറിയുവാൻ അവർക്ക് കഴിയുന്നില്ല. ഈ 2 ദിവസത്തെ ബൈബിൾ ക്ലാസ്സോട് ബന്ധപ്പെട്ടും ന്യായപ്രമാണത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവവചനത്തിൽ പറയാനായിട്ട് കഴിയും. അങ്ങനെ തന്നെയാണെങ്കിൽ തന്നെയും ആ പ്രയോഗം ഒന്ന് മാറ്റിയിട്ട് ഹബക്കൂക്കിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഈ 2 ദിവസത്തെ ദൈവവചന പഠനത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ന്യായപ്രമാണത്തെ അറിയാൻ കഴിയാത്ത എന്റെ ജനം എന്നാണ് അവകാശപ്പെടുന്നത്. ദൈവത്തിന്റെ മക്കൾ എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വളരെ കാര്യങ്ങൾ ഇത്തരത്തിൽ പറയുവാനായിട്ടുണ്ട്. എന്നാൽ ഇവരെ കുറിച്ച് തിരുവെടുത്ത് പറയുകയാണ്: എന്റെ ന്യായപ്രമാണം അറിയാത്തവരാണിവർ. ഞാൻ ഈ വാക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ പറയുന്നതായ ചില വാക്കുകളുണ്ട്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാമോ? 8-ാം അധ്യായത്തിന്റെ 4, 5, 6 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വാക്ക് ലാഭത്തിന്റെ ബൈബിളുണ്ട്. ആ വാക്ക് നോക്കാമെന്ന് ഞാൻ ചില വാക്കുകൾ ചൂണ്ടിക്കാണിക്കാം. അവിടെ എഴുതിയിരിക്കുന്ന ചില വാക്കുകൾ നോക്കുക. 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു:
വീണാൽ, ആ വാക്കുണ്ട്, ഒരുത്തൻ വീണാൽ വീണ പിന്നെ എന്താ മാർഗം? വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം വേറെ ഒരു ചോയ്സും അവന്റെ മുമ്പിലില്ല. ഒറ്റ തീരുമാനമുള്ള എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? ആരെയും കൈ കാലം പിടിച്ചാണെങ്കിലും എന്തെല്ലാം എങ്ങനെയെങ്കിലും അവനൊന്ന് എഴുന്നേൽക്കണം. ആ ഒരു ചോദ്യം നിർണായകമായ ഒരു ചോദ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. യഹോവ ഇപ്രകാരം അറിയിച്ചിരുന്നു, വേറെ ആരുമല്ല, പ്രവാചകന്റെ വാക്കാണെങ്കിലും യഹോവയായ ദൈവം പറയുകയാണ്, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുന്നില്ലയോ, ഒരുത്തനും വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? രണ്ട് ന്യായമായ ചോദ്യങ്ങൾ. അടുത്ത വാചകം ശ്രദ്ധിച്ച്, യെരൂശലേമിലെ ഈ ജനമോ ഇടപെടാത്ത പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത്? യഹോവയായ ദൈവം ചോദിക്കുകയാണ്, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കുന്നില്ലയോ? എന്തേ ഉള്ളു പറയാൻ? ഒറ്റ വാക്കുള്ളൂ പറയാൻ. പിന്നെ എഴുന്നേൽക്കാതിരിക്കാൻ പറ്റുമോ? എങ്ങനെ കിടക്കാൻ കഴിയും? വീണെടുത്ത് കിടം, അത് ചിലരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. ഞാൻ അവിടെ പോകുന്ന വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നുള്ളത് മറ്റൊരു പ്രത്യേക ആശയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഇവൻ ഉരുണ്ട് കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യണം? കുറച്ചൊക്കെ നേരം ഉരുളും, കണക്കാനും സാധനം വേണ്ടിയൊക്കെയാണെന്ന് വിചാരിച്ചോ. വീണെടുത്തൊരുത്തൻ കിടക്കുവാൻ താല്പര്യപ്പെടുക, വീണെടുത്ത് കിടന്ന് ഉരുളാൻ ശ്രമിച്ചാലും വീണെടുത്ത് എഴുന്നേൽക്കുക എന്നുള്ളത് ഒരുവന്റെ സ്വാഭാവിക താല്പര്യമാണ്. കഴിഞ്ഞില്ല. അടുത്ത വാചകം, ഒരുത്തൻ മടങ്ങി വരാൻ. നമ്മുടെ വായിക്കുന്നത് എങ്ങനെയാണല്ലോ, ഒരുത്തൻ വഴി തെറ്റിപ്പോയാൽ, തെറ്റിയ പോയ വഴിയാണെന്ന് ബോധ്യമായാൽ ആ വഴി പിന്നെ അവൻ പോകത്തില്ല. ഒരു ന്യായമായ കാര്യം, അവൻ മടങ്ങി വരുവാൻ താല്പര്യപ്പെടും. യഹോവയായ ദൈവം പറയാണ്, ഇസ്രായേലുണ്ടല്ലോ, എന്റെ ജനമുണ്ടല്ലോ, എന്തേ അവർ മടങ്ങി വരാതിരിക്കുന്നു? അവർ തുടർച്ചയായ പിന്മാറ്റത്തിലേക്ക് പോകാൻ കാരണമായിരിക്കുന്നത് എന്താണ്? ധാരാളം വാക്കുകൾ ഇവിടെയുണ്ട്. ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് ആ ഭാഗത്ത് മുമ്പോട്ട് പോകട്ടെ. ഈ 7-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് 8-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ വായിക്കാൻ കഴിയുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ന്യായം അറിയുന്നില്ല, ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ആ വാക്ക് ശ്രദ്ധിച്ചേ. ഞങ്ങൾ ജ്ഞാനികളാണ്, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് യഹോവയായ ദൈവം ഇവരെ നോക്കിയിട്ട് പറയുകയാണ്, ഈ കയ്യിലുള്ള പ്രമാണം നിങ്ങൾക്കറിയാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രിയിൽ ഈ മൈക്കിന്റെ ശബ്ദപരിധിയിൽ നിന്നുകൊണ്ട്, വഴിയിൽ നിന്നുകൊണ്ട്, വീടുകളിൽ നിന്നുകൊണ്ട് ഈ വാക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യപ്രിയപ്പെട്ടവരെ, മാറ്റമില്ലാത്ത ദൈവവിശ്വാസ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയട്ടെ, എന്റെ കയ്യിലിരിക്കുന്ന പ്രമാണത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞേ മതിയാകെയുള്ളൂ. ഈ പ്രമാണം, ഈ ദൈവത്തിന്റെ വാക്കുകൾ, ആ വാക്കുകളുടെ വശ്യത, ആ വാക്കുകളുടെ അനുഗ്രഹം എന്നത് ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഇവർ പറയാണ്, തങ്ങൾ ജ്ഞാനികളാണ്, ഞങ്ങൾക്ക് സകലതും അറിയാം, ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യവുമില്ല, ഞങ്ങൾക്കെല്ലാം അറിയാം. പുരാതന കാലം മുതലേ ഇപ്പൊ 93-ന്റെ പാരമ്പര്യമാണ് ഇവിടെ പറയാൻ കഴിയുന്നെങ്കിൽ 100-നും അതിനപ്പുറത്തെ പാരമ്പര്യം പറയുവാനുള്ള നാമധേയ ക്രൈസ്തവർ ഈ ഭാരതത്തിന്റെ, ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്. നമുക്കറിയാമല്ലോ, നാമധേയ ക്രൈസ്തവർ എന്ന പേരിലാണ് ദൈവജനം അവരെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വാക്കിന്റെ ആശയം? അവരുടെ കയ്യിൽ തിരുവചനമുണ്ട്, അവരുടെ കയ്യിൽ ദൈവത്തിന്റെ ന്യായപ്രമാണമുണ്ട്. എന്നാൽ ആ ന്യായപ്രമാണത്തെ പറ്റി അറിയുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു വചനം വളരെ വളരെ വ്യക്തമായ നിലയിൽ നമ്മുടെ മുമ്പാകെ ഓർമ്മിക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ന്യായപ്രമാണം കയ്യിലുണ്ട്, ന്യായപ്രമാണം ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. എന്നാൽ ന്യായപ്രമാണത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിന്റെ പരാതി. ഇനി നിങ്ങൾ പറയണം, എന്തെന്നറിയാമോ? ഈ രോഗശമനം എന്ന് പറയുന്നത് ഒരിക്കലും ബാഹ്യം അല്ല. ഇതനേകം ബാഹ്യമായ ശാരീരിക രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്
ശാരീരിക സൗഖ്യത്തിന്റെ പ്രാധാന്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് അനേക റിവൈവൽ ക്രൂസൈഡുകൾ നടത്തിക്കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, മാറ്റമില്ലാത്ത തിരുവെഴുത്ത് പറയുന്നു, ബാഹ്യമായ നല്ല വിഷയം, ശാരീരികമായ നല്ല ഇവിടുത്തെ വിഷയം ആന്തരികമാണ്. തെറ്റ് സംഭവിച്ചു പോകരുത്. ബാഹ്യമായത് ശാരീരികമായത് എന്തെങ്കിലും സംഭവിച്ചാലും എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിലും പ്രത്യേകിച്ച് സംഭവിക്കാനായിട്ടില്ല. വളരെ ഹ്രസ്വമായ ഒരു കാലയളവിലേക്ക് മാത്രമാണ് ഈ ശാരീരിക സൗഖ്യം ആവശ്യമായിരിക്കുന്നത്. തെറ്റിദ്ധരിക്കപ്പെടുന്നത്, നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആന്തരിക രോഗശമനമാണ്, ആന്തരിക സൗഖ്യമാണ്. നമ്മുടെ മുമ്പിലെ കാതലായ പ്രശ്നം ദൈവവും ആത്മാവുമായ വിഷയമാണ്, ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ വിഷയം. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുക എന്നതാണ് മാറ്റമില്ലാത്ത തിരുവെഴുത്തുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ന് അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു. എവിടെ നോക്കിയാലും അതാണ് കാണാനും കേൾക്കാൻ കഴിയുന്നത്. ഇതൊരു പ്രത്യേക സീസൺ ആണല്ലോ, സീസണൽ പ്രോഗ്രാംസ് ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തെക്കോട്ടും വടക്കോട്ടും 4 ഭാഗത്തേക്ക് ഓടി നടന്നാൽ ഈ നാളുകളിൽ അനേക സ്ഥാനങ്ങളിൽ മീറ്റിംഗുകൾ ക്രമീകരിച്ചിരുന്ന് കാണാൻ കഴിയുന്നത്. വലിയ യോഗങ്ങളായിട്ടും ചെറിയ യോഗങ്ങളായിട്ടും അനേക സ്ഥാനങ്ങളിൽ ഈ ദൈവത്തിന്റെ വചനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീസൺ ടൈമാണല്ലോ ഇത്. ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏത് കാലത്തോട് ബന്ധപ്പെട്ടാണെങ്കിലും ഒരു വാക്ക് പറയാതിരിക്കാൻ അനുവാദമില്ല. അവന്റെ ബാഹ്യമായ വിഷയത്തിനല്ല പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, ആന്തരിക വിഷയത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. ബാഹ്യ ശരീരത്തിന്റെ രോഗസൗഖ്യമല്ല ആവശ്യമായിരിക്കുന്നത്. ആത്മാവ് സൗഖ്യമാകുവാൻ, ആത്മാവ് പാപത്താൽ മുറിവേറ്റിരിക്കുന്ന ആത്മാവ് സൗഖ്യം പ്രാപിക്കുവാൻ, ദൈവകൃപയുടെ വ്യാപാരം ജീവിതത്തിലേക്ക് നടക്കുവാൻ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ സുവിശേഷം മുഖാന്തരം ഇടയായി തീരണം. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ആഗ്രഹിക്കുന്നതായ കാര്യം. വിസ്താരഭയത്താൽ ഞാൻ അല്പം കൂടെ സ്പീഡിൽ മുമ്പോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇവിടുത്തെ ചോദ്യം നിർണായകമാകുന്നു. ഇവിടെ ഫലം നടക്കുന്നുണ്ട്, ഇവിടെ വൈദ്യനുണ്ട്, ഇവിടെ തിരുവെഴുത്തുണ്ട്, ഇവിടെ സുഗന്ധതൈലമുണ്ട്, ഇവിടെ ചികിത്സയും നടക്കുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം ഉണ്ടാകുന്നില്ല? വളരെ വാസ്തവം പറയാം, യഹോവയായ ദൈവം വളരെ കൃത്യമായ നിലയിലാണ് ഈ വാക്കുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ നടന്നു വരുന്ന പല കാര്യങ്ങളാലും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം എന്റെ ജനത്തിന്റെ പുത്രിക്ക് ആത്മീയ രോഗസൗഖ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് കഴിയുന്നില്ല. അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്നാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം ഞാൻ കാണുകയുണ്ടായി. അതിങ്ങനെയായിരുന്നു: കയ്യിൽ ദൈവത്തിന്റെ വചനമുണ്ട്, കയ്യിൽ ന്യായപ്രമാണമുണ്ട്. എന്നാൽ ഈ ന്യായപ്രമാണത്തിനുള്ളിൽ എഴുതിയിരിക്കുന്നത് എന്തെന്ന് അറിയാൻ കഴിയാതെ ന്യായപ്രമാണത്തിന്റെ വെളിയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. പണ്ട് സഹോദരൻ പറഞ്ഞതുപോലെ സ്വപ്നം കാണാതിരിക്കുന്നുണ്ട്, പിന്നെ മരണത്തിനും അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആദ്യവും അവസാനവുമായ രംഗങ്ങളിൽ മാത്രം വെളിപ്പെട്ടു വരുന്ന ഒന്നല്ല ദൈവത്തിന്റെ വലിയൊരു വചനം. ദൈവത്തിന്റെ വലിയൊരു വചനം അത് രാപ്പകൽ ധ്യാനിക്കേണ്ടതാണ്. ഈ ദൈവത്തിന്റെ വചനത്താൽ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം ഉണ്ടാകാതിരിക്കുന്നതിന്റെ അനേക കാരണങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് നാം കണ്ടത്. അടുത്ത വാക്യത്തിൽ രണ്ടാമത്തെ കാരണം കാണാൻ കഴിയുന്നു. എന്താ കാരണം അറിയാമോ? 11ാമത്തെ വാക്യം വായിക്കാമോ? 11ാമത്തെ വാക്യം, 8ാം അധ്യായം 11ാമത്തെ വാക്യം. എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതിന് അനേക കാരണങ്ങളുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാരണം ഇവിടെ പ്രവാചകൻ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നു. എന്താണ് അതിന്റെ കാരണം? സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ഇവിടെ പ്രവാചകൻ പറയുകയാണ്, സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് അവർ ലഘുവായി ചികിത്സിക്കുന്നു. ആ പ്രയോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുവാനായിരുന്നു. എന്റെ ജനത്തിന്റെ പുത്രിക്ക് കൊടുക്കുന്ന ചികിത്സ
ഗിലെയാദിൽ ചെന്നിട്ട് ഔഷധം വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിലും എന്റെ ജനത്തിന്റെ പുത്രിക്ക് ഈ പ്രിയപ്പെട്ടവർ കൊടുക്കുന്നതായ ചികിത്സയെ കുറിച്ച് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. അവർ എങ്ങനെ ചികിത്സിക്കുന്നത്? എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് അവർ ലഘുവായിട്ട് ചികിത്സിക്കും എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താ? എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. ഒരു ലഘു ചികിത്സ ഉണ്ടെങ്കിൽ വളരെ വാസ്തവം പറയാം, ഒരു മുഴു ചികിത്സയും ശേഷിക്കുന്നുണ്ട്. പാർശ്വമായിട്ടുള്ള സ്കാനിങ് ഇപ്പോൾ രംഗത്തുണ്ടല്ലോ, ഹോൾ ബോഡി സ്കാനിങ്ങും രംഗത്തുണ്ട്. എന്ന് പറഞ്ഞതുപോലെ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിൽ ഒരു ലഘുവായ ചികിത്സ. അത് ഞാൻ മുമ്പേ പറഞ്ഞത് എന്ത്? ഈ ന്യായപ്രമാണം കയ്യിലുണ്ട്. ഈ ന്യായപ്രമാണത്താൽ മാത്രമേ മനുഷ്യന്റെ ആത്മാവ് നേരെയായുള്ളൂ എന്ന പ്രമാണം അറിയാത്ത ഏത് ക്രൈസ്തവരാണ് ഇന്ന് ഈ കേരളത്തിലുള്ളത്? ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുള്ളൂ എന്നുള്ള സത്യമറിയാത്ത ആരെങ്കിലും ഈ പുനലൂരിൽ ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ടോ? ഇല്ലേ ഇല്ല. പുനലൂരിൽ നിന്നല്ല, കേരളത്തിന്റെ ഒരു പ്രബുദ്ധമായിരിക്കുന്ന മേഖലയിലും അങ്ങനെയുള്ളവർ ഇന്നില്ല. അവർക്കെല്ലാം നന്നായി അറിയാം. എന്റെ കൂട്ടുസഹോദരൻ സാം പാട്ടിന്റെ അന്വേഷണം പറഞ്ഞപ്പോൾ താൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച്, ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച്, ക്രിസ്ത്യാനിത്വത്തെ പറ്റി പറഞ്ഞതായ വാക്കുകൾ അല്ലാത്തവർ ക്രൈസ്തവരല്ലാത്തവർ ഈ ക്രിസ്ത്യാനിത്വത്തെ പറ്റി പറഞ്ഞതായ വാക്കുകളുടെ മേന്മ കേരളം സാക്ഷരത കേരളം മറന്നുപോയിട്ടില്ല. ഞാൻ ആ വാക്കിലേക്ക് ഇപ്പൊ പോകാൻ താല്പര്യപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, വളരെ വ്യക്തമായി പറയട്ടെ, ഈ ന്യായപ്രമാണം കയ്യിലുണ്ട്. എന്നാൽ ഈ ന്യായപ്രമാണ പ്രകാരം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലഘു ചികിത്സാവിധി മാത്രമാണ്. ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത് ലഘു ചികിത്സയല്ല, ഒരു മുഴു ചികിത്സയാണ്. എന്താ ഈ മുഴു ചികിത്സ? എന്താണ് ഈ ലഘു ചികിത്സ? വളരെ വ്യക്തമായി നമുക്ക് ആശയം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലഘു ചികിത്സ എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമാണ്, അത് ശാരീരികമായ ഒരനുഭവം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ജനത്തിന്റെ രോഗസൗഖ്യത്തിന് ആവശ്യമായത്, ഈ ജനത്തിന്റെ ആത്മീക രോഗസൗഖ്യത്തിന് ആവശ്യമായത് ഒരു മുഴു ചികിത്സയാണ്. എന്ന് പറഞ്ഞാൽ ദേഹവും ജീവനും ആത്മാവും സമ്മേളിക്കുന്ന ആത്മീക ചികിത്സയാണ് ആവശ്യമായിരിക്കുന്നത്. അനേകം വാക്യങ്ങൾ എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇസ്രായേലിന് ചികിത്സ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ പോയി എടുത്ത് നോക്കണം. ഹോശേയ പ്രവാചക പുസ്തകം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ചികിത്സ ചെയ്യുമ്പോൾ, യഹോവയായ ദൈവം ചികിത്സ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹോശേയ പ്രവാചകൻ വായിച്ചു നോക്കിയാൽ അവിടെ കാണാൻ കഴിയും, ഈ ചികിത്സയ്ക്ക് മുമ്പ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് മനുക്കമില്ലാത്ത ഒരു കുഞ്ഞാടായതല്ല, മനുക്കമില്ലാത്ത ഒരു കാളക്കുട്ടിയായിരുന്നുവെന്ന് പല ഭാഗങ്ങളും എഫ്രൈമിനെ പശുക്കിടാവിനോടും കാളക്കുട്ടിയോടും ഒക്കെ ഉപയോഗിച്ച് ഹോശേയ പ്രവചനം വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ 7-ാം അധ്യായത്തിലെ യഹോവയുടെ ചികിത്സ കഴിഞ്ഞപ്പോൾ ഈ കാളക്കുട്ടിയെ പറ്റി വായിക്കുന്നത് അവൻ മെരുക്കമുള്ളതും, ശ്രദ്ധിക്കുക, അവൻ മെരുക്കമുള്ളതും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവാകുന്നുവെന്നാണ് അവനെ പറ്റി തിരുവഴുത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഇതിന് മുമ്പ് അവനെ പറ്റി വായിച്ചത് മുഖം വെക്കുവാൻ അവന് താല്പര്യമില്ല. താല്പര്യമില്ലെന്ന് മാത്രമല്ല, യാതൊരു മെരുക്കവുമില്ല എന്ന് പറഞ്ഞാൽ ആളെപ്പോഴും റഫായിരിക്കുന്നു. എന്നാ പ്രിയപ്പെട്ടവരെ പറയട്ടെ, 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവയായ ദൈവം തന്റെ ജനത്തിന് ചികിത്സ ചെയ്യുമ്പോൾ നാം വായിക്കുന്നത് അവൻ മെരുക്കമുള്ളവനും ധാന്യം മെതിപ്പാൻ ഇഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവാകുന്നു. ഇന്ന് രാത്രിയിൽ ഒരു മുഴു ചികിത്സ
ചികിത്സയുടെ ആന്തരിക ഫലത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേശവാസികളെ, ഈ സദസ്സിൽ കൂടുതലിരിക്കുന്ന മാന്യപ്രിയപ്പെട്ടവരെ, വളരെ വാസ്തവമായി പറയട്ടെ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വിലയേറിയ വചനത്താൽ ഒരു ആത്മീക ചികിത്സ, ഒരു മുഴുവൻ ചികിത്സ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ സാധിച്ചെങ്കിൽ മാത്രമേ ആത്മീക രോഗസൗഖ്യം ഉണ്ടാകുകയുള്ളൂ. അതല്ല എങ്കിൽ ഭാഗ്യമായ എല്ലാ ചികിത്സാവിധികളും വെറും ശൂന്യമാണ്. അതുകൊണ്ടൊന്നും സാധിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കണം, സമയം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതിന് 2 കാരണങ്ങളെ നോക്കിയുള്ളൂ. ഇനിയുമുണ്ട് 2 കാരണങ്ങൾ. വളരെ പെട്ടെന്ന് 4-5 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ മറ്റൊരു കാര്യം ഇങ്ങനെ വായിക്കാൻ കഴിയുന്നുണ്ട്. 8-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കേട്ടോ, ദൂരദേശത്ത് നിന്ന് എന്റെ ജനത്തിന്റെ പുത്രി സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ? അവളുടെ രാജാവ് അവിടെ ഇല്ലയോ എന്ന് നിലവിളിക്കുന്നു. അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും അന്യദേശത്തിലെ മിഥ്യാമൂർത്തികൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചതെന്ത്? യഹോവയായിരിക്കുന്ന ദൈവം തന്റെ ജനത്തോട് ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായ ചോദ്യം. വായിച്ച വാക്യം കേട്ടോ. യഹോവയായ ദൈവം പറയുന്നു, കേട്ടോ, ദൂരദേശത്ത് നിന്ന് എന്റെ ജനത്തിന്റെ പുത്രി സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ? ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുവാൻ യാതൊരു കാലത്തും ഇടയാകരുത്. സിയോനിൽ യഹോവ വസിക്കുന്നില്ല എങ്കിൽ യഹോവയുടെ വാസം വേറെ എവിടെയും അല്ല. സിയോനിൽ യഹോവ വസിക്കാതിരിക്കുന്ന പ്രശ്നമേ ഒഴിക്കുന്നില്ല. മറ്റൊരു ചോദ്യം, സിയോനിൽ എന്തുമില്ല? സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ? അവിടെ രാജാവ് അവിടെ ഇല്ലയോ? രാജാവില്ലാത്ത സ്ഥാനമോ? രാജാവില്ലാത്ത രാജസ്ഥാനമോ? പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ബുദ്ധിക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. എപ്പോഴും ആഗതമായിരിക്കുന്ന രാജാവും യഹോവയിൽ സിയോനിൽ സ്ഥിരതാമസക്കാരനായിരിക്കുന്ന യഹോവയും, ഈ 2 വലിയ സാധ്യതകളുടെ മുമ്പിൽ, ഈ വലിയ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ ഇവർ ചെയ്തതെന്നറിയാമോ? അന്യ ദേവന്മാരാലും അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും അന്യ ദേശത്തിലെ മിഥ്യാമൂർത്തികൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചിരിക്കുന്നത്. ഈ 2 എല്ലാ സമയവും ഉള്ളതായ സാന്നിധ്യമുള്ളതായിരിക്കുന്ന ഈ സ്ഥാനത്ത് യഹോവയായ ദൈവത്തിന്റെ മുമ്പിൽ മിഥ്യാമൂർത്തികളാൽ ദൈവത്തെ കോപിപ്പിച്ചിരിക്കുന്നതായ ജനം. ഇന്ന് രാത്രിയിൽ പലതും പറയുവാൻ എന്റെ കൈവശമുണ്ട്. പല വാക്കുകൾ ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിസ്താരപ്പെടുത്താൻ ഞാൻ അത് തയ്യാറാകുന്നില്ല. യഹോവയുടെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പ്രബുദ്ധരായിരിക്കുന്ന ക്രൈസ്തവരുടെ ദേവാലയങ്ങളിൽ ഞാൻ പ്രസംഗം പറയാൻ താല്പര്യപ്പെടുകയാണ്. ഏതെല്ലാം വിഗ്രഹങ്ങളെ കൊണ്ടുള്ള ആരാധനയാണ് ഈ ആധുനിക സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, മാറ്റമില്ലാത്ത തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു, എല്ലാ സമയവും ആഗതമായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളെ നിർമ്മിച്ചവയെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ കോപിപ്പിക്കുവാനായിട്ടാണ് ഇടയായി തീരുന്നതെങ്കിൽ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് പറയുന്നു, ഈ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം ഉണ്ടാകുക എന്നുള്ള അസാധ്യമാണ്, സാധിക്കുന്നില്ല. ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ പ്രമാണമാണ് ജീവിതത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ രോഗസൗഖ്യത്തിന്റെ സാധ്യത വളരെ കുറവാണ്. എന്നോട് അവസാനിപ്പിക്കാൻ പറഞ്ഞ സമയത്ത് എത്തിയിരിക്കുകയാണ്.
ഇനിയും ബാക്കി കിടക്കുകയും ചെയ്യാം. ഞാൻ രണ്ടിനാലും ജരുകയാണ്. അന്യ ദേവന്മാരെ കൊണ്ടും മിഥ്യാമൂർത്തികളെ കൊണ്ടും നിങ്ങൾ എന്നെ കോപിപ്പിച്ചിരിക്കണമെന്ന് സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ യിരെമ്യാവിന്റെ പ്രവാചകൻ കൂടെ ജനത്തോട് ചോദിക്കുന്ന നിർണായകമായ ചോദ്യം. ഈ പേര് പറഞ്ഞ്, ഈ നാമം പറഞ്ഞ്, ഈ ന്യായപ്രമാണം പറഞ്ഞിട്ട് ആ ന്യായപ്രമാണത്തിന് വിരുദ്ധമായ നിലയിലാണ് നിങ്ങൾ എന്നെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ കോപത്തെ അടക്കി വെക്കുവാൻ ഒരു നാളത്തും കഴിയുന്നതല്ല. ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടേ മതിയാകും. ഞാൻ ആ ഭാഗത്ത് മുമ്പോട്ട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് ഏറ്റവും ഒരു വാക്കുകൂടെ 8-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അനേക പുൽപ്പുറ്റുകളിൽ ഈ വാക്യം അതിന്റെ ഉള്ള അവസ്ഥയിൽ നാം കേട്ടിട്ടുള്ളതായ വാക്കുമാണ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണല്ലോ, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. നാമോ കിട്ടിയില്ലേ? 20-ാമത്തെ വാക്യം, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഈ വാക്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് പിന്നെയും പിന്നെയും ആലോചിക്കുവാനും പ്രാർത്ഥിക്കാനും ഇടയായിട്ടുള്ളൂ. ഞാൻ ചുരുക്കി ഒരു വാക്ക് ഇങ്ങനെ പറയട്ടെ, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, നാം രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ ആശയം എങ്ങനെയാണ്? കൊയ്ത്തിനായിട്ടും ഫലശേഖരത്തിനായിട്ടും നമ്മുടെ മുമ്പായി ഉണ്ടായിരുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. ദൈവം മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയ അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി പ്രബുദ്ധരായിരിക്കുന്ന എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, ദൈവം വായിച്ച് പരിചയമുള്ള മാന്യ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വായനയുടെ നിങ്ങളുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പറയട്ടെ. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പേജുകൾ മുതൽ നാം വായിച്ചു വരുമ്പോൾ ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ ന്യായങ്ങളുടെയും പിന്നാമ്പുറം നാം പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ വെളിപ്പെട്ടു വരുന്ന ഒരൊറ്റ വിഷയമാണ് കാണാൻ കഴിയുന്നത്. ജനത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന അവസരത്തെ അവർ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയ വീണ്ടെടുപ്പിന്റെ ചരിത്രം നാം പരിശോധിക്കാമെങ്കിൽ എത്ര സ്ഥാനങ്ങളിൽ വീണ്ടെടുപ്പിനായി ദൈവം കാര്യങ്ങളെ ക്രമപ്പെടുത്തിയോ ആ സ്ഥാനത്തൊക്കെ ഈ ജനം പരാജയപ്പെട്ടതിന് കാരണം അവർക്ക് ലഭിച്ചതായിരിക്കുന്ന അവസരങ്ങളെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരെ, 2012 അവസാന മാസത്തിലെ ഏതാണ്ട് അവസാന ദിവസങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ സമയത്ത് പുനലൂരെ, ചെമ്മണ്ണൂരെ, പരിസരവാസികളെ, നിങ്ങളുടെ മുമ്പാകെ ലഭിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ മറ്റൊരു അവസരമാണിത്. ഈ അവസരത്തെയും ഉപയോഗിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് പറയാനായിട്ടുള്ളത്, ഈ ഫലശേഖരണത്തിനപ്പുറത്ത് ഒരു ചുടി, ഒരു തീ, ഒരു കത്തിക്കൽ സംഭവിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. കഴിഞ്ഞ അനേക നാളുകളായി ഈ കൊയ്ത്തിന്റെ യജമാനന്മാരാൽ സൂക്ഷിക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരു ഫലശേഖരം ഇവിടെയുണ്ട്. കഴിഞ്ഞ 93 വർഷമായി ഫലങ്ങൾ ഒന്നിച്ചിരുന്നുകൊണ്ട് ജീവനുള്ള സുവിശേഷം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുനലൂരും പരിസരങ്ങളിലുമുള്ള സകല ദൈവജനത്തെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. അനേക സ്ഥാനങ്ങളിൽ അനേക ദൈവജനം, അനേക കൂടിവരവുകളായി ഈ മണ്ണിൽ ഉണ്ട്. അനന്തവിദൂര ഭാവിയിൽ ഒരു ഫലശേഖരം നടക്കുവാൻ പോവുകയാണ്. ലോകത്തിന് നാദിക്കുന്നതുമായി കൂട്ടിച്ചേർക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ ദൈവം തന്റെ സന്നിധാനത്തോട് ചേർക്കാൻ പോവുകയാണ്. ഒരു ഫലശേഖരണം സംഭവിക്കാൻ പോകുന്നു. കാഹളമൊരുക്കി കാതോർത്തുകൊണ്ട് ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ഭൂമിയുടെ പരപ്പിൽ വിവിധ സ്ഥാനങ്ങളിലായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് സ്തോത്രം, എത്രയും പെട്ടെന്ന് അവർ കൂടിച്ചേരുവാൻ പോവുകയാണ്.
ലേഖനം എഴുതിയപ്പോൾ താനിങ്ങനെ എഴുതി വെച്ചു, കർത്താവ് ഗംഭീരനാളത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും മറുപടി ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചോളൂ. ഇതാ അനുഗ്രഹീതമായ ദൈവത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച്, ദൈവത്തിന്റെ കണക്കൂട്ടനുസരിച്ച്, തെറ്റാവണ്ണം ദൈവത്തിന്റെ കണക്കൂട്ടനുസരിച്ച് ലോകത്തിന്റെ 4 ഭാഗങ്ങളിലായി ഒരു വലിയ കൂട്ടിച്ചേർപ്പ് സംഭവിക്കാൻ പോകുന്നു. ഈ പരശേഖരത്തിനപ്പുറത്ത് ഒന്നും കൂടെ ശേഷിക്കുന്നുള്ളൂ. അത് ദൈവത്തിന്റെ ന്യായവിധി മാത്രമായിരിക്കും. ദൈവം തന്റെ ജനത്തെ, ദൈവം ഈ ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുവാനായിട്ട് ആ ന്യായവിധിക്ക് മുമ്പായി ദൈവത്തിലേക്ക് നോക്കുവാൻ കഴിഞ്ഞു. കാൽവരിയിലെ മരക്കുരിശിൽ കടങ്ങളുടെ ബോധത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി കാൽവരിയിലെ ക്രൂശിയാഗമായ ദൈവത്തിലേക്ക് നോക്കുവാനുള്ള അവസാനത്തെ അവസരമാണിത്. ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ഇനി ന്യായവിധിയല്ലാതെ മറ്റൊരു കാര്യം ശേഷിക്കുന്നില്ല. റോമാലേഖനം 10-ാം അധ്യായത്തിലും അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകവും വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെടാത്ത ഏവരെയും നിത്യന്യായവിധിയിലേക്ക് തള്ളിക്കളയുവാൻ ഇതാ സമയം സമാഗതമായി നിൽക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവം ഒരു അവസരത്തെ നമ്മുടെ മുമ്പാകെ നൽകിത്തന്നു. ഈ അവസരത്തെ മനഃപൂർവ്വം തിരസ്കരിക്കുവാൻ ആർക്കും ഇടയാകും. പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഇന്ന് രാത്രിയിൽ നാം കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ വിലയേറിയ ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ? എന്റെ ജനത്തിന്റെ പുത്രിക്ക് എന്തുകൊണ്ട് രോഗശമനം ഉണ്ടാകുന്നില്ല? ഗിലെയാദിൽ പ്രവർത്തിക്കുന്ന പട്ടണമാണെങ്കിലും ദൈവത്തിന്റെ വാക്കുകൾ, ഗിലെയാദിനെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വഭാവം ഈ ലോകത്തിന് മുമ്പാകെ ദൈവം വെളിപ്പെടുത്തി. കാൽവരിയിലെ ക്രൂശിൽ ദൈവത്തിന്റെ സ്വഭാവം ദൈവം വെളിപ്പെടുത്തി. ക്രിസ്തു പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാണ്. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം ഒന്ന്, ന്യായപ്രമാണം കയ്യിലുണ്ടെങ്കിലും പ്രമാണത്തെ അറിയുവാനായിട്ട് കഴിയുന്നില്ല. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞ് സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുതൽ ലഘുവായി ചികിത്സിക്കുന്നു. സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ? അവിടെ രാജാവ് അവിടെയില്ലയോ? ദൈവത്തിന്റെ സാന്നിധ്യമുള്ളതായ സ്ഥാനത്ത്, രാജാവ് എപ്പോഴുമുള്ളതായ സ്ഥാനത്ത് അന്യദേവന്മാരാൽ, വിദ്യാർത്ഥികളാൽ എന്നെ കോപിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കൊയ്ത്തിന് കഴിഞ്ഞ് ഫലശേഖരവും കഴിഞ്ഞു. ദൈവം അവസരം പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അവസരത്തെ തെരഞ്ഞെടുക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം ഉണ്ടാകാറില്ല. ഇന്ന് രാത്രിയിൽ ഈ വാക്കുകളെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ദേശത്തോട് അറിയിച്ചിരിക്കുക. ഒരു വാക്ക് ഞാനിങ്ങനെ പറയട്ടെ. ശാരീരിക രോഗസൗഖ്യമാണ് ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ആത്മീക രോഗസൗഖ്യമാണ്. ആത്മാവിന്റെ ജീവനാണ് ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്. ഈ ജീവൻ നിലനിർത്തുവാൻ, ഈ ജീവന്റെ തുടിപ്പുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇടയാകുന്നുവെങ്കിൽ, ഈ ദൈവത്തിന്റെ ജീവനങ്ങളിലേക്ക് മടങ്ങി വരുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇതാ ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന ഈ അവസരവും ഒരിക്കലും വൃഥാവായത് ഈ അവസരത്തെ ഉപയോഗിക്കുവാൻ ഇടയായിത്തീരണം. ക്രൂശിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുവാൻ കഴിയണം. ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസന്നമായ കാലം. ആകയാൽ ഇന്ന് രാത്രിയിൽ ക്രൂശിന്മേൽ യാഗമായി തീരുന്ന
നൊന്ത് നൊന്ത് ചങ്കുടഞ്ഞ് പ്രാണനെ വെടിയുന്ന രക്ഷിതാവിനെ കണ്ടിട്ട്, രക്ഷിതാവിനെ നോക്കിക്കൊണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തെ വാസ്തവമായി കണ്ടുകൊണ്ട് അവന്റെ കാൽ കീഴിൽ കിടന്ന് വിലപിക്കാൻ കഴിയുമോ? ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. യുവാക്കൾ ആത്മാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവഭാഗം പറയുവാൻ കഴിയുമെങ്കിൽ, നിനക്ക് രാത്രി വിടുതലിന്റെ രാത്രിയാണ്. ഇവിടെ അനേക ദൈവജനം ഇരിപ്പുണ്ട്. എന്നാൽ ദൈവത്തിലേക്ക് കടന്നു വരാത്തതായ ചില പ്രിയപ്പെട്ടവരുമുണ്ട്. മാത്രമല്ല, ഈ ശബ്ദത്തിന്റെ പരിധിയിൽ പല പ്രിയപ്പെട്ടവർ അനേക സ്ഥാനങ്ങളിൽ ഈ വാക്ക് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരോട് ആ എതിർ വാക്ക് പറയട്ടെ, എന്നോട് ചേർന്ന് ദൈവത്തെ മൂത്തപ്പെടുത്തുവാൻ നിങ്ങൾക്കിടയായിരിക്കണമെങ്കിൽ ഈ പ്രാർത്ഥനാ വാക്കുകൾ ചേർന്ന് പറയുവാനായിട്ട് ശ്രമിക്കും. കർത്താവായ യേശുവേ, ഞാൻ പാപിയാണ്. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരിയിൽ ക്രൂശിൽ മരിച്ചത്. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങയുടെ രക്ഷിതാവുമായി ഞാൻ ഇപ്പോൾ സ്വീകരിക്കുന്നു. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ അങ്ങേക്ക് വേണ്ടി ജീവിച്ചുകൊള്ളാമെന്ന് ഞാൻ അവിടുത്തെ ഉടമ്പടി ചെയ്യുന്നു. ഈ വാക്കുകൾ ദൈവത്തോട് ആത്മാർത്ഥമായി പറയുവാൻ കഴിയുമെങ്കിൽ, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനിടയാകുമെങ്കിൽ, നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ ഇതാണ് ഏറ്റവും നല്ല അവസ്ഥ. ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് ബുദ്ധി ഉപദേശിക്കുന്നു. ഒരിക്കൽ കൂടെ കടന്നു വരുവാനും ദൈവത്തിന് വിലയേറിയവരും ഈ വിളിച്ചു പറയുവാനും ഇടയായിരിക്കുന്ന അവസരത്തിന് ദൈവനാമത്തിൽ ഹൃദയംഗമായ നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. നിയോഗിക്കപ്പെട്ട വ്യക്തി മുമ്പോട്ട് കടന്നു പ്രാർത്ഥിച്ച് ആശീർവാദമായി ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മടങ്ങിപ്പോകാം. കർത്താവ് ഈ വാഗ്ദാനം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവശബ്ദം കേൾക്കുന്നതിന് കർത്താവിനെ സഹായിച്ചു. വിശ്വാസം അവരുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കി എവിടെയാണ് സൗഖ്യം പ്രാപിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ചിന്ത നമ്മെ പഠിക്കും. അതുപോലെ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടുള്ള ആരോഗ്യമുണ്ടെങ്കിൽ കാലുകൾ കുരിശിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കുന്നതിന് കർത്താവ് സഹായിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും നാളെ കടന്നു വരണം. ഈ ഞങ്ങളുടെ വിലയേറിയ സന്ദർഭം അതിനു വേണ്ടി ചെലവഴിച്ചാൽ നമ്മൾ നിരാശപ്പെടുകയാണ്. ചെയ്യുന്നു. മനസ്സിലാക്കുന്നതിന് പരമവൈദ്യനായ ശ്രേഷ്ഠവൈദ്യനായ കർത്താവിനെ സമർപ്പിച്ച് അവരുടെ രോഗസൗഖ്യം പ്രാപിക്കുന്നതിന് കൃപയാൽ സഹായിക്കുമാറാകണമേ. വചനം കേട്ടുള്ള സമീപ പ്രദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുന്നു. ചിലരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് ആത്മാവ് പ്രവർത്തിക്കുകയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന കൃപയാലെ സഹായിക്കുന്നവരാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താസ്നേഹം പുസ്തകം താനും ശരീരത്തിൽ പ്രകടിപ്പിക്കുന്നതിൽ എത്രയും വിലോസം കൊടുത്ത് ഇവിടെ വചന പോഷിക്കുന്ന കൃപ നൽകിയ പുസ്തകം തന്നെ എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കുമാറാകണേ. നാളത്തെ ബൈബിൾ സ്റ്റഡി ശേഷം താനും മടങ്ങി പോകണം. അവിടെ തന്നെ വെച്ചാൽ നാളെ ഞങ്ങൾ കടന്നു വന്ന ദൈവീ ശബ്ദം കേൾക്കുന്നതിന്
അനേകം സഹോദരന്മാർ കടന്നു വരുന്നത് കൃപയാലെ സഹായിക്കുമ്പോഴാണ്. ഇപ്പോൾ അവിടുത്തെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും ഞങ്ങളെ പറഞ്ഞേക്കുമ്പോഴാണ്. പ്രാർത്ഥനയുടെ ദൈവത്തിന് സ്തോത്രം, തന്ന എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം, പ്രകൃതിയുടെ അനുകൂലത്തിന് വേണ്ടി സ്തോത്രം ചെയ്തു. അങ്ങനെ എല്ലാ വിധത്തിലും അവിടുന്ന് ഈ ഭാരത ശുശ്രൂഷയെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. മഹത്വമെല്ലാം ഞങ്ങൾ തിരുമേനിക്ക് സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇടയിലെ നാമം തന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രിയം, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശുപത്രിയുടെ വിശുദ്ധാത്മാവിന്റെ സംശയമുണ്ടായി നാം എല്ലാവരോടും ഭൂലോകങ്ങളിലെ വിശുദ്ധന്മാരോടും ഇപ്പോഴും എന്നേ ഉണ്ടായിരുന്നതാണ്. ആമേൻ.